കോലത്തിലാക്കി ഇതേ ചെങ്കോടിയുള്ളവർക്ക് ഇവർ പോവോ? പള്ളിപ്പറമ്പെന്ന് പേടിച്ചവനോട് കവറിനെ പറ്റി ഒരു ക്ലാസ് എന്ന് പറഞ്ഞ എത്തിക്കാറെ ആരാ പോവുക? ആരും പോകില്ല. നമുക്ക് വലിയൊരുനാളും വെള്ളിയാഴ്ചയാണ്. മമ്മൂട്ടി പറഞ്ഞ് നിങ്ങൾ എന്തിനെ പിന്നാലെ നടക്കണം? മമ്മൂട്ടി ശരിക്ക് എന്താ പറയാ, പച്ച മലയാളത്തിൽ പറഞ്ഞ ആട്ടി വിടുന്ന പോലെ പറഞ്ഞത്. റൂമ് കെട്ടിട്ടാണ് എല്ലാവർക്കും ഡിസ്ചാർജ് ചെയ്യല്. അതെന്താ അറിയോ? നീനക്കറിയാം. കാരണം ഈ പഹന്മാരെ വിശ്വസിക്കാൻ പറ്റൂല. ചിലപ്പോൾ 2 ദിവസം കിടന്നാല് ഇതിനെ എങ്ങനെയെങ്കിലും രക്തസാക്ഷിയാക്കി 140 മണ്ഡലത്തിൽ കൊണ്ടുനടക്കാൻ സാധ്യത ഉണ്ട് എന്ന് കേട്ടപ്പോൾ ആ പമ്പർന്നോൾ ഇടിച്ച് പാഞ്ഞതാണ്. അല്ലെ ഇവൻ നമ്മളെ സ്വർഗം ചോദിക്കുന്ന പോലെ അല്ല അവൻ ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചവനെ നമ്മളെ സ്വർഗത്തിലാക്കണേ, എങ്ങനെങ്കിലും അവിടെ എത്തണേ എന്നൊക്കെയാണ് നമ്മളാക്കുന്നത്. ഇവനങ്ങനെയല്ല. സ്വർഗത്തിന്റെ വക്കത്ത് പോയി എന്നിട്ട് അതിൽ ഏക്കേജ് ഉണ്ടെന്ന് നോക്കും, അതിൽ EMS ഉണ്ടെന്ന്, എന്നിട്ട് ഓലൊന്നുമില്ലെങ്കിൽ ഞാനാണ്ട് കിടക്കൂല ഉള്ളവനോട് ശാഠ്യം പറയുന്നവരാണ് ഈ ചോദിക്കുന്നത്. വീട്ടിലെ കൊടിയിൽ എഴുന്നേറ്റ് കിടക്കണമായിട്ട് കിടാണ്ട് പോക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാ പെരയിലും കയറുകയാണ്. കൺവെൻഷനിൽ ഏറ്റവും മികവുറ്റതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനം തോന്നുകയാണ്. പല മണ്ഡലതല കൺവെൻഷനുകളിലും ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ കൺവെൻഷനാണ് ഇവിടെ നടന്നത്. കാരണം ഇവിടെ ജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്, മാർക്സിസ്റ്റുകാരടക്കം കാത്തിരിക്കുകയാണ്. ഇതൊന്ന് തിരുത്തി കുറിക്കണം. കാരണം ഇത് സകല കുത്തിത്തിരിപ്പിന്റെയും ടവർ ഇവിടെയാണ്. കേരളത്തിൽ മൊത്തത്തിൽ ആലോചിച്ചാൽ കേരളത്തിൽ പല പല സംഭവങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തവനൂർ മണ്ഡലത്തിൽ പല സ്ഥാനാർത്ഥികളുടെയും പേര് വന്നിരുന്നു. അതിൽ സന്ദീപ് വാര്യർ വരുന്നു എന്ന് കേട്ടപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തത് ഈയിടക്കടുത്ത് ഇടതുപക്ഷം വിട്ടൊരു സുഹൃത്ത് എന്നോട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, സന്ദീപ് വാര്യർ വരികയാണെങ്കിൽ ഏത് ആയുധമാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് VS ജോയ് വന്നത്. ഒരു കുറ്റവും പറയാനില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ജലീലിൻ്റെ ചുണ്ട്, ചിറി, അതുപോലെ തന്നെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് അവർ നടന്നിരുന്നു. അതിനേക്കാൾ നല്ല മനോഹരമായ ചുണ്ടും ചിറിയും സംഭവത്തെ പുറത്ത്. ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ VS ജോയിനെ പറ്റി ഒന്നും പറയാനില്ല. അപ്പോൾ പോയി വട്ടംകുളം ഇതിൽ മനുഷ്യ പോയ വട്ടംകുളത്തെ വീടുകളിൽ, അതുപോലെ നമ്മുടെ മണ്ഡലത്തിൽ ചില വീടുകളിലൊക്കെ VS ജോയിയെ പറ്റി ഇപ്പോൾ ഇവർ പറഞ്ഞു നടക്കുന്നുണ്ട്. അറിയാം, അമേരിക്കനാണ്. നോക്കണങ്ങൾ, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സോക്കറാണ്. പണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഇറാഖ് ഇറാൻ യുദ്ധം നടക്കുന്നത്. അന്ന് ഈ ജലീൽ മാത്രമല്ല, ഈ മാർക്സിസ്റ്റിന് മാത്രമല്ല, അന്ന് ഇവരെ തലമുത്തപ്പനായ EMS പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സദ്ദാമിന്റെ കൂടെയാണ്. സദ്ദാം ഒരൊറ്റ വാർഡിൽ വന്ന് നിൽക്കണില്ല. പക്ഷെ സദ്ദാമിന്റെ ആളുകൾ, സദ്ദാം എന്ന് പറഞ്ഞ ആളുകളുടെ അന്ന് നാട്ടിൽ സദ്ദാം ഹോട്ടൽ, സദ്ദാം ബീച്ച്, ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ സദ്ദാം എന്ന് പേരുള്ള ഒരു കാലം. എങ്ങനെയെങ്കിലും ആളുകളുടെ വോട്ട് ആവാഹിക്കണം. ഇവിടെ ഒരു കുറ്റം പറയാനില്ല. അദ്ദേഹത്തിന്റെ മതപേര് വരെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പ്രചരണം തുടങ്ങി ഇവിടെ. അതാണ് സമദാനി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഞാനും കുഞ്ഞാലിക്കുട്ടി സാഹിബും സമദാനിയും കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ അതാ സംസാരിച്ചത്. തവനൂരിൽ അങ്ങനെ ഒരു പ്രത്യേകമായ അലേലിയാണ്. അതിനാണ് സമദാനി തന്റെ പ്രസംഗത്തിൽ AK ആന്റണി തിരൂരങ്ങാടി നിന്ന് ജയിച്ചു പോയ കഥ പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ മണ്ഡലത്തിൽ കൈപ്പത്തിയിൽ നിർത്തി ക്രിസ്ത്യാനിയായ AK ആന്റണിയെ മലപ്പുറത്ത് നിന്ന് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ കൈപ്പത്തിയിൽ അതുപോലെയുള്ള ഒരാളെ ജയിപ്പിക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല എന്ന് ഇവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ ബാബാജി അടക്കം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ പോലീസ് സ്റ്റേഷനൊന്നുമില്ല. ബാബാജി ഇവിടെ നിസ്കാരപ്പള്ളിയില്ലെങ്കിലും ജുമായത്തള്ളി ഉണ്ടെന്ന് പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനൊന്നും ഇല്ലെങ്കിലും കൊടീസിനിക്ക് വേണ്ടി ഇവിടെ ഒരു സെൻട്രൽ ജയിലുണ്ട്. അങ്ങനെയാണ്, അതൊരു നിത്യസ്മാരകമാണ്. ജനങ്ങൾക്ക് അതുകൊണ്ട് വലിയൊരു ഉപകാരമില്ല. കോട്ടീസുനി വെറുക്കുന്നത് ഇവിടെയാണ്. ഷാജഹാൻ ചക്രവർത്തി മുംതാസിന്റെ ഓർമ്മക്ക് വേണ്ടി താജ്മഹൽ ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ കൊടീസുനിക്ക് വേണ്ടി ഈ ചങ്ങായി ഇവിടെ ഒരു താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഓർമ്മ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. സമദാനി സൂചിപ്പിച്ചല്ലോ, അമ്മയെ കൊല്ലുന്ന മോൻ, മക്കളെ കൊല്ലുന്ന പിതാവ്, ഇതിലൊക്കെ വില്ലൻ മദ്യാണ്. ഈ മദ്യാസക്തി എങ്ങനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. പിണറായി തുറന്ന ബാറിന്റെ എണ്ണം 553 പുതിയ ബാറ് തുടങ്ങി.
മദ്യശാല വേണ്ടെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി ആരാ? ഉമ്മൻചാണ്ടിയാണ്. മദ്യശാല കൂടുതൽ തുറന്നതാരാ? പിണറായിയാണ്. ഈ മദ്യാസക്തി നിയന്ത്രിക്കാൻ തന്ത്രം കണ്ടെത്തിയ ഉമ്മൻചാണ്ടി പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തപ്പോ KT ജലീൽ എന്ന് പറയുന്ന തവനൂരിന്റെ ജനപ്രതിനിധി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോഴാണ്, ഓർമ്മയില്ലെങ്കിൽ നിഷാറത്താക്കുകയാണ്, പഞ്ചായത്തുകൾക്കുള്ള അധികാരം വേണ്ടെന്ന് വെച്ച മഹാനാണ് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ഹരിദാസേട്ടനടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുകയാണ്. മദ്യവിരുദ്ധ മേഖലയിൽ ഏറെ പ്രചാരകരാണ് ഇവരൊക്കെ. അപ്പൊ വലിയൊരു നന്മയാണ് ചെയ്തത്. എന്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കള്ള് ഷാപ്പിനും മറ്റ് ലൈസൻസ് നൽകാനുള്ള അധികാരം വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള പഞ്ചായത്തിന്റെ അധികാരം തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നപ്പോ ഈ മാന്യദേഹമാണ് കേരളത്തിൽ നിന്ന് എടുത്തു കളഞ്ഞത്. ഈ ദുരന്തം ഇവിടെ കൊണ്ടുവരാൻ കാരണക്കാരനെ ഇനി ഇവിടെ നിന്ന് ജയിപ്പിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ട്. മാർക്സിസ്റ്റുകാരിത് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സാധു സീറ്റില്ല എന്ന് ഉറപ്പായപ്പോ ചാനലുകാരെ മുമ്പിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്, എനിക്കിനി ഉഹ്റവി ചിന്തയാണ്, സ്വർഗാണ് എൻ്റെ ലക്ഷ്യം, സിറാത്ത് കിടക്കണം, ഇതൊക്കെ പറഞ്ഞാൽ വന്നത്. അതിന് ഇവൻ നമ്മളെ സ്വർഗം ചോദിക്കുന്ന പോലെ അല്ല അവൻ ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചവനെ നമ്മളെ സ്വർഗത്തിലാക്കണേ, എങ്ങനെങ്കിലും അവിടെ എത്തണേ എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹം. ഇവനങ്ങനെയല്ല. സ്വർഗത്തിന്റെ വക്കത്ത് പോയി എന്നിട്ട് അതിൽ AKG ഉണ്ടെന്ന് നോക്കും, അതിൽ EMS ഉണ്ടെന്ന്, എന്നിട്ട് ഓലൊന്നും ഇല്ലെങ്കിൽ ഞാനാണ്ട് കിടക്കൂല അള്ളാനോട് ശാഠ്യം പറയുന്നവരാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾ അറിയണം എന്തെല്ലാം നടത്തി ഇവിടെ. ഇപ്പൊ അതാ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉസ്താദിനെ തെരഞ്ഞെടുക്കുക പോലീസ്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ വടകരയിൽ പേരാമ്പ്രയിൽ വെച്ചത് പറഞ്ഞു, റിബേഷിനെയാണ് പിടികൂടിയത്. ഇന്ന് പാണക്കാട്ട് തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോന്റെ പേരെവിടെയാണ് അന്വേഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് കണ്ടെത്തും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു മാഞ്ഞാളം കൊഞ്ചലാണ്. നാട് കുട്ടിച്ചോറായാലും വേണ്ടിയില്ല 2 സീറ്റ്. അതിനുവേണ്ടി ഏത് വൃത്തികെട്ട കളിയും കളിക്കും. അതിന് മുൻകൂർ ജാമ്യം എടുക്കുന്ന കാട്ടുകള്ളന്മാരെ ഞങ്ങൾ കാണുന്നുണ്ട്. ഫേസ്ബുക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, വാട്സപ്പ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നും നല്ല കീഴ്വഴക്കല്ല. കാഫിർ സ്ക്രീൻഷോട്ട് കണ്ടില്ലേ? ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞോ? റിബേഷിനെ പിടിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആളാ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഒരു പെണ്ണൊരുത്തി അവനെ തോൽപ്പിച്ചു. ആ റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ ആരാണ്? അയാൾ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ബാപ്പയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഫോർവേഡ് മെസ്സേജ് വന്നാൽ അത് കണ്ടെത്താൻ വിജിലൻസിനും ക്രൈംബ്രാഞ്ചിനും ഏൽപ്പിക്കണ്ട. മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ചോറയിക്കാത്ത പൈതലിനെ ഏൽപ്പിച്ചാൽ മതി, ആ കുട്ടി കണ്ടെത്തും. ഇത് എവിടുന്നാ വന്നത്, എവിടുന്നാ പോയത് എന്നൊക്കെ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നല്ല കാറ്റും മഴയുള്ള സമയത്താണ് കഴിഞ്ഞ മെയ്യിന്റെ മുമ്പ് ഒരു പൈതൽ ചെക്കൻ തിരുനാവായിൽ നിന്ന് വാട്സപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടു. അവനക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. അപ്പൊ അവൻ പോസ്റ്റ് ഇട്ടത് കടുത്ത കാലവർഷക്കെടുതി കാരണം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുന്നതാണ് എന്ന് ജില്ലാ കലക്ടർ. ഒരു ദിവസം കലക്ടറായി. സ്കൂൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ കുട്ടികൾ അങ്ങനെയാണ്, സ്കൂൾക്ക് പോകാനുള്ള മടിയാണ്. ഇപ്പം എൻ്റെ ചെക്കനൊക്കെ സുബൈക്ക് പേസ്റ്റും ബ്രഷായിട്ട് വന്നിട്ട് ചോദിക്കാൻ നമ്മളെ കലക്ടർ എന്തെങ്കിലും പറഞ്ഞിക്കണോ? പുള്ളി നമ്മളെ കലക്ടർ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ഇടുക്കിയിൽ പത്തനംതിട്ടയിലെ കലക്ടറൊക്കെ പറഞ്ഞിക്കണല്ലോ, അത് പറഞ്ഞിരിക്കണം. എന്താ നമ്മളെ കലക്ടർ പറയാത്ത? ഞാൻ പറഞ്ഞു നമ്മളെ കലക്ടർ കോട്ടക്കുന്നിന്റെ മേലെയാണ് പാർക്കണം. അങ്ങോട്ട് വെള്ളം കയറണമെന്നാൽ ഞാൻ ഇതൊക്കെ മുങ്ങണം. അതുകൊണ്ട് അന്ന് നമുക്ക് ലീവ് വഹിക്കാറ്, എന്നാലും അയങ്ങായിക്ക് ലീവ് ഉണ്ടാവില്ല. അതെന്താ? കുട്ടികളൊരു ലീവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളറിയണം, ആ പോസ്റ്റ് ഇട്ട തിരുനാവായ സ്വദേശിയായ +2 പഠിക്കുന്ന ആ ചെറുക്കനെ പിടിച്ച പോലീസിന് എന്താണ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ബാപ്പാനെ കണ്ടെത്താൻ പണി? ഇവർക്ക് മതപരമായ ചിഹ്നങ്ങളൊക്കെ ആയുധാണ്. ഇഷ്ടമില്ലാത്ത ആളെ കൊല്ലാൻ മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കറുമായി പോയവരാണ് ഇവര്. ഇതെന്തിനായിരുന്നു ഞാൻ മത്സരിക്കുന്നില്ല, പൊതുപ്രവർത്തനം നിർത്തിയെന്ന് മാത്രമല്ല, ഒന്നുകൂടി കടന്നു പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പോലെ എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. അതെന്തിനാ? നമ്മളൊക്കെ പെരേണ്ടല്ല, തമ്മ തെറ്റിയ കുട്ടികൾ പറയും ഞാൻ തൂങ്ങുകയെന്നടി.
തൂങ്ങാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ മുറാദ് വാപ്പാടെ കുട്ടി ലിസ്റ്റ് തരുമെന്ന് അറിയാം നമ്മൾ. കാരണം എന്താ, കുട്ടി നഷ്ടപ്പെടരുത് വെച്ചിട്ട്. ഇവിടെ എങ്ങാനും ഇവൻ മറുകണ്ഠം ചാടിയാൽ പിണറായി വിജയന്റെ അന്തപുര രഹസ്യങ്ങൾ മരുമകൻ റിയാസ് തൊട്ടുള്ള കാര്യങ്ങൾ പച്ചക്ക് വിളിച്ചു പറയും. അത് വരാതിരിക്കാൻ വേണ്ടി പിടിച്ചു കെട്ടിക്കുകയാണ്. പക്ഷെ അതിൽ വയന്നതാരാന്നറിയോ? കൂട്ടായി ബഷീർ അടക്കമുള്ള പാരമ്പര്യമുള്ള മുത്തലക്കായ സഖാക്കളാണ്. എത്ര കാലായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന കുറെ സഖാക്കൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ആ സഖാക്കൾക്ക് കൊടുക്കാത്ത സീറ്റ് ജലീലിന്റെ ശൈലിക്കെതിരെ പുറത്തൂർ പഞ്ചായത്ത്, എടപ്പാൾ പഞ്ചായത്ത്, വട്ടംകുളം പഞ്ചായത്ത്, ഏരിയ ബ്രാഞ്ച് CPIM ലോക്കൽ സമ്മേളനങ്ങളിലെല്ലാം എതിരഭിപ്രായം പറഞ്ഞതാണ്. എന്നിട്ടും വീണ്ടും ഇവിടെ തന്നെ കൊടുത്തതെന്താ, വേറെ എവിടെയും കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിർത്തിയത്. എന്താ ഈ സമുദായത്തെ കാക്കാൻ നിർത്തിയതാണ് അബ്ദുറഹ്മാനും ജലീലിനെയൊക്കെ. ന്യൂനപക്ഷങ്ങൾക്കുള്ള സകല കാര്യങ്ങളും നഷ്ടപ്പെടുത്തി. മലപ്പുറം ജില്ലക്ക് പ്രസിദ്ധമായ ഒരു ഡയാലിസിസ് സംവിധാനം ഉണ്ടായിരുന്നു. കേരള ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഒരൊറ്റയടിക്കാണ് അത് നിലം പരിശാക്കി മാറ്റിയത്. ഒരുപാട് പൊതു നന്മകളെ നശിപ്പിച്ചത്. തമിഴനെ ഗോൾ കീപ്പറാക്കിയ അനുഭവത്തിലപ്പം തമിഴനെ ഗോൾ കീപ്പറാക്കി. അതെങ്ങനെ, ഫുട്ബോൾ കളി നടക്കുമ്പോൾ ഗോൾ കീപ്പർ തലകറങ്ങി വീണു. അപ്പോൾ ടീം മാനേജർ പറഞ്ഞു കുറച്ചേരം കളി നിർത്തി വെക്കണം, ഞാനൊരു ഗോൾ കീപ്പറെ തരികയാണ്. ആ സദസ്സിൽ മുഴുവൻ തെരഞ്ഞിട്ടൊരു ഗോൾ കീപ്പറെ കിട്ടിയില്ല. ഗ്യാലറിയിലുള്ള എടുത്തിനോട് ചോദിച്ചു എനിക്കൊന്ന് നിൽക്കാൻ പറ്റുമോ? ഓൻ പറഞ്ഞു ഞാൻ കാണാൻ വന്നതാണ്, കളിക്കാൻ വന്നതല്ല. സൈക്കിൾ എടുത്ത് മാർക്കറ്റിലൂടെ കറങ്ങുമ്പോഴാണ് തമിഴ്നാട് ലോറിയിൽ നിന്ന് ചേന ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ ലോറിയിൽ നിന്ന് ചാടി പിടിക്കുന്ന അങ്ങനെ കണ്ടത്. അവിടെ ചോദിച്ചാൽ എനിക്ക് ഗോൾ സ്പീക്കറാകാൻ പറ്റുമെന്ന്. ഓൻ പറഞ്ഞു ഇതുപോലൊക്കെ ചെയ്തോളാണ്. അവിടെ കൊടുത്ത് നിർത്തി. ആദ്യം തന്നെ അങ്ങേ പോസ്റ്റൊന്ന് പൊന്തി വരുന്ന അടി ചേന ഉയർന്നത് വരുന്നത് പോലെ കണ്ടിട്ട് ചാടിണ്ട് പിടിച്ചിട്ടൊന്ന് ഈ ലോറി കിടന്ന പോലെ പോസ്റ്റിൽ കൊണ്ടിട്ട് അതോടുകൂടി ആ കളിയെന്ന പാത്തിലായി മാറി. യഥാർത്ഥത്തിൽ സമുദായത്തിന്റെ കാവലാളായി മലപ്പുറം സുൽത്താനാക്കി നിർത്തിയിട്ട് അബ്ദുറഹ്മാനെ അവിടെ വൈകില്ല. കാരണം വോട്ട് ദുരന്തത്തിലെ 22 ആൾക്കാരെ റൂഹ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അബ്ദുറഹ്മാൻ അവിടുന്ന് തടി സലാമത്താക്കി. പിന്നെ PK നവാസാണ് അവിടെ. ഒരു ചെറുപ്പക്കാരനേറ്റ് ഇപ്പൊ ഈ കുഴിക്ക് കാലിട്ടാൻ നേരത്ത് തട്ടിമുട്ടി തീരണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ സ്വാതന്ത്ര്യം അറിയാം ഒന്നും പറയാനില്ല. അപ്പൊ ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഇതൊക്കെ പറയണം. ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടി കുറച്ചു കാലമായിട്ട് തെരഞ്ഞെടുപ്പിൽ പറയുന്നതൊക്കെ വേറെ ചില കാര്യങ്ങളാണ്. ഇവിടെ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആരാന്നാണ്? ഞാൻ ഒറ്റയടിക്ക് കണ്ടപ്പോൾ ഫൈസൽ ബാബു തോന്നിപ്പോയി. ഏതായിരുന്നാലും ഇപ്പൊ കണ്ടില്ലേ, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വന്നാൽ ആരാ ഭരണം കൈയാളെന്നാ നമ്മുടെ മാഷ് പറഞ്ഞത്? ഗോവിന്ദൻ മാഷ് ജമാഅത്തെ ഇസ്ലാമിയാണ് അധികാരം കൈയാളുക. നമ്മൾ ഈ ഭരണം വരുന്നതിന് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ പറഞ്ഞ എന്താ അറിയാം? നാട്ടുകാരെ മോഡി പറഞ്ഞിരുന്നത് ഗുജറാത്തിൽ കോൺഗ്രസ് വന്നാൽ അഹമ്മദ് പട്ടേലാണ് ഭരിക്കുക, വർഗീയത. ഇവിടെ എന്താ പറഞ്ഞാൽ അമീറും ഹസ്സനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം വരാൻ പോകുന്നത്. ആളുകളെ ഇളക്കുകയാണ്. പിന്നെ പറഞ്ഞു ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ കുഞ്ഞൂഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി. ഈ നാട് എങ്ങണ്ടാ പോണ്? ഒരു വികസന മുന്നേറ്റ യാത്ര നടത്തി ഇവര്. ഗോവിന്ദ മാഷ് ഞാൻ 3-4 സ്ഥലത്ത് തിരൂരടക്കം വരെ പ്രസംഗം വായക്കലിന്റെ മറുവിൽ നിന്ന് കേൾക്കാൻ പറ്റും. അതിലൊക്കെ വരെ പ്രസംഗം എന്താണെന്നറിയാം? ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി. ഞാനെന്താ വികസന മുന്നേറ്റ യാത്ര. ഞാൻ വിചാരിച്ചു ഈ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ ഈ വിഴിഞ്ഞ മാതിരി വലിയൊരു പ്രൊജക്റ്റാണ് എൻ്റെ വിചാരം. ഒരു 50 കോടി 60 കോടിയിലൊക്കെ വലിയൊരു പ്രൊജക്റ്റ്. ഞാൻ ചോദിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ BJPയുമായി അവരുണ്ടാക്കിയ ധാരണയുടെ ഏറ്റവും വലിയ തെളിവാണ് തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചൊരു പെണ്ണൊരുത്തിയെ നിയോജക മണ്ഡലം താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു LDF. ഇനി ഏറ്റവും വലിയ രസം കേൾക്കണമെങ്കിൽ പാലക്കാട് ഷാഫി മത്സരിച്ച, രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച, അവിടെ എടുക്കുന്ന പണി എന്താ? അവിടെ BJPയോ UDFോ എന്നുള്ളതാണ്. 1-2 സ്ഥാനം അങ്ങനെ നിൽക്കുന്നത്. അവിടെ ഒരു ഹോട്ടൽ മുതലാളിയെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അതും മുസ്ലിം പേരുള്ളൊരു ചങ്ങായിനെ. അതെന്തിനാ? പിരായിരി പഞ്ചായത്ത് എന്ന മുസ്ലിം കോട്ടയിൽ ഇയാൾക്ക് എത്ര വോട്ട് വാങ്ങാൻ സാധിക്കുന്നു? ഭയങ്കര കാഞ്ഞ വളളം ബുദ്ധിയാണ്.
എങ്ങനെയെങ്കിലും BJPക്കുള്ള അഡ്രസ് നൽകി പിണറായി വിജയനെ കാക്കാൻ, ലാവ്ലിൻ കാക്കാൻ, മകളെ കാക്കാൻ, റിയാസിനെ കാക്കാൻ. പക്ഷെ ഞങ്ങളാണ് അതിനൊരു മുതലിനെ ആ ബേപ്പൂർക്ക് പറഞ്ഞയച്ചത്. അൻവർ ഇവരെ ഉറക്കം കെടുത്താണ്. റിയാസ് പണ്ടിങ്ങനെ ഒരു പോക്കാണ്. റിയാസ് ബേപ്പൂര് വന്നാലേ ഏറ്റിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകും. വീട്ടിലെ കൊടിയിൽ ഏനേറ്റം അടക്കണമായിട്ട് ഇവരാണ് പോക്കാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ പെരയിലും കയറുകയാണ്. ബേജാറ് തുടങ്ങി. ഇവരെ കൂടെ ആളില്ല. CPM എതിർക്കാൻ തുടങ്ങി. മാർക്സിസ്റ്റുകാരുടെ ആഗ്രഹമാണ് ഈ ഭരണം വരരുതെന്ന്. കാരണം സകല ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറിക്കാരും ദ്വാരക്കുണ്ട്. എന്താ പറയുക, ഭോജരാജാവായ തമ്പുരാനെ, ഞങ്ങളെ പിണറായി ഈ പോക്ക് പോയാൽ ഞങ്ങൾക്ക് അവസാനം പുതക്കാണെങ്കിൽ ഒരു ചെങ്കൊടി ഉണ്ടാവുമെന്ന് ദ്വാരക്കുകയാണ്. അങ്ങനെ വന്നതുകൊണ്ടാണ് പിണറായിയുടെ മണ്ഡലത്തിൽ വികസന മുന്നേറ്റ ജാഥ വന്നപ്പോ അവിടെ സ്വീകരിക്കാൻ വന്നത് ബംഗാളികളാണ്. നമ്മളിവിടൊക്കെ പണിക്ക് ബംഗാളികളെ വിളിക്കണ പോലെ മാറ്റിട്ട് പാട്ടി ജാഥക്ക് സ്വീകരണം കൊടുക്കാൻ ഹിന്ദിയിൽ ബാനർ എഴുതിയിട്ട് ബംഗാളികളെ കൊണ്ട് നിർത്തിക്കുകയാണ്. ആ ജാഥക്ക് ഇതൊന്നും തിരിഞ്ഞിട്ടില്ല. ഐറ്റങ്ങളോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബത്താ കിട്ടും, കിത്താ കിട്ടും എന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവരെ അടുത്ത മീറ്റിങ്ങിന് ഓരോ സ്കൂളിലൊക്കെ വിളിച്ചു. അങ്ങനെ കണ്ണൂരിലെ LP സ്കൂളിൽ ചുവന്ന ചെങ്കൊടി വെച്ചുകൊടുത്തിട്ടാണ് ഇവരൊക്കെ വന്നത്. ആസാമി വന്നെന്ന് എൻ്റെ അറിവില്ല, ഗുജറാത്തിയും വന്നതുണ്ട്. പക്ഷെ ബംഗാളി പോയില്ല. ബംഗാളി ഈ ചെങ്കൊടി കണ്ടിട്ട് ഭയപ്പെടുകയാണ്. കാരണം 35 കൊല്ലം ഈ സകല മുസീബത്തും പണ്ടാറിറക്കിയത് ഈ കൊടി കൊണ്ടാന്ന് അവർക്കറിയാം. അപ്പൊ ആ ബംഗാളി ഇങ്ങനെ മീറ്റിങ്ങിന് മറ്റേ ബംഗാളിനെ വലിച്ചു കൊണ്ടുവരുമ്പോ ഒരു ബംഗാളി മറ്റവനോട് ചോദിക്കണം, ദേക്കോ ബായ് ലാൽ ഹേ, അങ്ങോട്ടൊക്കെ ചോപ്പാണ് കാണുന്നത്, നമ്മൾ കൊണ്ട് തടി സലാമത്താക്കിയ. അപ്പൊ എന്താ സംഭവം എന്നറിയോ? അവിടുന്ന് ഇവരെ ഈ കോലത്തിലാക്കിയ ഇതേ ചെങ്കോടിയുള്ളടത്തേക്ക് ഇവര് പോവോ? പള്ളിപ്പറമ്പെന്ന് പേടിച്ചവനോട് കവറിനെ പറ്റി ഒരു ക്ലാസ് എന്ന് പറഞ്ഞ് എത്തിക്കാറെ ആരാ പോവുക? ആരും പോവില്ല. സഖാക്കളായിട്ടുള്ള ആളുകൾ പാർട്ടിയെ വെറുത്തു. അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും അതിലില്ല. ഞാനൊരു കാര്യം പറയാം, തവനൂക്കാരെ, നാട്ടുകാർ റെഡിയാണ്, മാർക്സിസ്റ്റുകാരും റെഡിയാണ് ഇവിടെ ഒരു മാറ്റം വരുത്താൻ. നമ്മളെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി അതിൻ്റെ ഒപ്പാണ് നിന്നുകൊടുത്താൽ മതി. അത്ഭുതം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. തവനൂർ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ചമ്രവട്ടം പാലവുമായി ബന്ധപ്പെട്ട വിഷയം ചില്ലറ വിഷയമല്ല. ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ കണ്ട ഈ കോളേജ് ഉമ്മൻചാണ്ടികളെന്ന് കൊടുത്തതാ. ഇവരുടേതായിട്ട് എന്താ ഉള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു നന്മയുടെ കാര്യത്തിൽ സംസാരിക്കാനില്ല. അപ്പോഴും അമേരിക്കയുടെ ചാരനാണെന്നും പറഞ്ഞ് വീട് വിടാന്തരം കയറി ഇറങ്ങുമ്പോൾ കണ്ടില്ലേ? VS ജോയിയുടെ പ്രസംഗത്തെ നമ്മൾ കേട്ടു. അയാളെ മനസ്സെന്നാണ് വരുന്നത്. ഇറാനിൽ നടക്കുന്ന അനീതി, ഫലസ്തീനിൽ നടക്കുന്ന വിഷയം, ഈ നാട്ടിലെ നല്ല മതേതരവാദിയായ ക്രിസ്ത്യാനിയെ, നല്ല മതേതരവാദിയായ ഹിന്ദുവിനെ, നല്ല മതേതരവാദിയായ മുസൽമാനൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ BJPയുടെ ആളുകളാണ് മുദ്രയടിക്കുക, അമേരിക്കയുടെ ആളുകളാണ് മുദ്രയടിക്കുക. എന്നിട്ട് ഈ പണിയൊക്കെ നിങ്ങൾ എടുക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഐക്യ ജനാധിപത്യ മുന്നണി ഇൻഷാ അല്ലാഹ് ഈ തെരഞ്ഞെടുപ്പിൽ വരും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുതൽ നമ്മളെ കയ്യിലുണ്ടെന്ന് തവനൂർ തെളിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചെറിയ വ്യത്യാസത്തിനാണ് ചായക്കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് തെറിച്ചുപോയത്. പക്ഷെ ലോക്സഭയിലും നല്ല ലീഡ് നമുക്കുണ്ട്. മുതൽ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ആരാവണം എന്താവണം എന്നൊന്നും പറഞ്ഞ് നമ്മൾ ആര് തർക്കിക്കണ്ട. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്നും ഇടണ്ട. തീരുമാനം വന്നു കഴിഞ്ഞു. തവനൂരിലെ ലീഗുകാരോടാണ് എനിക്കിനി പറയാനുള്ളത്. കോൺഗ്രസുകാരെക്കാൾ കൂടുതൽ VS ജോയിക്ക് നിങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാണക്കാട് തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് VS ജോയി. ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, UDFന് അധികാരം കിട്ടിയാൽ ജില്ലാ കോൺഗ്രസിന്റെ പ്രസിഡന്റിന് ഒരു മന്ത്രിസ്ഥാനം ഇല്ലാതിരിക്കുമോ? ഞാൻ സംശയിക്കാം. കിട്ടിക്കൂടായില്ല. അന്ന് നമുക്ക് വലിയൊരുനാളും വെള്ളിയാഴ്ചയാണ്. അതിനു വേണ്ടി ഇപ്പൊ നമ്മൾ പണിയെടുക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇവരെല്ലാരും പറ്റിച്ചവരാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ 533 കോടി ക്ഷേമനിധിക്ക് പിരിച്ച പൈസ ഒന്നും അല്ലാതാക്കി. ഞാൻ ഇപ്പൊ പെരിന്തല്ലൂരിൽ വരുമ്പോണ്ട് അവിടെ ഒരു ബോർഡ്, പിണറായി ചിരിച്ചിരിക്കുകയാണ്. എന്താണ്? വയനാട് ടൗൺഷിപ്പ് LDFന്റെ നേട്ടം. ഈ നാട്ടിലെ നഫീസ ആടിനെ വിറ്റ പൈസ, ചെറിയ പൈതമക്കൾ പ്രാവിനെ വിറ്റ പൈസ, ഉള്ള ഭണ്ഡാരം മുഴുവൻ പൊട്ടിച്ച് നമ്മൾ കൊടുത്ത ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട്, ആ ഫണ്ട്